കൊണ്ട് അനേകം വ്യക്തികളിലേക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഈ സംഘടനയുടെ വാർഷികാഘോഷ പരിപാടികളിലേക്ക് മിത്രങ്ങളെ, ആശയത്തിന്റെ 13 വർഷങ്ങൾ ഞങ്ങൾ ആ പ്രവർത്തനങ്ങളിലേക്കാണ് ആശ്രയത്തിൻ ഒരുപറ്റം ആളുകൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. ഇവർക്ക് യാതൊന്നും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊന്നും നേടാനില്ല. ഇവരോരോരുത്തർക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ മാസവരിയായും പക്ഷേ ആരാരും അറിയപ്പെടാതെ കിടക്കുന്ന സമൂഹത്തിന്റെ ഇടനാഴികളിൽ അകപ്പെട്ടു പോയവർ, ഒറ്റപ്പെട്ടു പോയവർ, വേദന അനുഭവിക്കുന്നവർ, ഇവരെയെല്ലാം സമൂഹത്തിലേക്ക് ഒരു ലോക്കൽ മുനിസിപ്പാലിറ്റിയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ആ ഭരണ നിർവഹണത്തിൽ സഹായകരമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ലോക്കൽ ഭരണകൂടം ചെയ്യേണ്ട പല കാര്യങ്ങൾ പോലും ആശ്രയം ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഇങ്ങനെയുള്ള ഭരണകൂടങ്ങൾ പക്ഷെ മനുഷ്യർ ഉറങ്ങുന്നില്ല. രാത്രി കാലങ്ങളിൽ അവൻ ഉണർന്നിരിക്കുകയും പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങുകയും ചെയ്തു. അതിലൂടെ അവന്റെ ആരോഗ്യത്തിന്റെ പരിപാലനത്തിൽ വ്യതിയാനം വരികയും അവന് രോഗാതുരമായ അവസ്ഥ സായത്തമാവുകയും ചെയ്തു. അതിനെപ്പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ആരോഗ്യശാസ്ത്രത്തെ പറ്റിയും ദിവസങ്ങൾ പ്രത്യേകിച്ച് നാട്ടിൽ ഒരു സംഘടനകളിലും ഇതുവരെ ചേരാത്ത ആളായിരുന്നു. ഇന്നത്തെ ജോലിയുമായി ഞാൻ നാട്ടിൽ ഞാനൊരു മിടുക്കനായതുകൊണ്ട് തന്നെ സ്ഥാപനം 11 തവണ ട്രാൻസ്ഫർ ചെയ്ത ആളായതുകൊണ്ട് ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന ഒരാളായിരുന്നുകൊണ്ട് ഒന്നിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആശ്രയത്തിലെ കാർത്തികൻ ചേട്ടനും സുനിലൊക്കെ കൂടെ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അവർക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ ചെയ്യണം. ഒരു 20 ദത്ത് കുടുംബാംഗങ്ങളെങ്കിലും നമുക്ക് അടുത്ത 2 വർഷത്തേക്ക് നമുക്ക് സഹായം ചെയ്യാനായിട്ട് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഓർക്കും എങ്ങനെ ഇവർക്കൊക്കെ ഇത്രയും പൈസ കൊടുക്കും, അതായത് മാസം ഒരു പെൻഷൻ തുക പോലെ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ പൈസ ഉണ്ടാക്കും? ഒരിക്കലും നമ്മുടെ ഈ മാസവരിയിൽ നിന്നോ അല്ലെ അങ്ങനത്തെ ഫീസിൽ നിന്നോ ഒന്നും ഇത്രയും വലിയൊരു തുക നമുക്ക് കിട്ടില്ല. അങ്ങനെ തുക നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കമ്മിറ്റി അംഗങ്ങൾ അവരുടെ വീടുകളിലുണ്ടാകുന്ന പ്രധാന വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ, അതായത് എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ പേരിടൽ ചടങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവർക്കും ഇപ്പോൾ എല്ലാ കേറ്ററിംഗ് വേണം നമ്മൾ ഫുഡെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം കുറച്ചുകൊണ്ട് ആ ഒരു തുകയെങ്കിലും ആശ്രയത്തിനെ ഓർത്തുകൊണ്ട് ആശ്രയത്തിലേക്ക് തന്ന് സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാദ്യമേ അത് മാതൃക കാണിക്കേണ്ടത് ഈ കമ്മിറ്റി പുതിയതായിട്ട് തിരഞ്ഞെടുത്ത